ഹായ്, നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗ് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ഈ ബാക്കിൽ കാണുന്ന സംഭവം കണ്ടോ, ഇതൊക്കെ നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ള സമയം എത്രയായിട്ടുണ്ടാവും? ഒരു 10:30 നോക്കട്ടെ. ഇപ്പൊ സമയം രാത്രി ഒരു 10:15 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ ഏകദേശം എത്ര മണിക്കൊരു 7:30 ആയപ്പോ തുടങ്ങിയതായിരിക്കും അല്ലേ. അപ്പൊ തുടങ്ങിയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം അല്ലേ. അപ്പൊ ഓക്കെ, ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്. ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്. നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുന്ന, സ്റ്റാർ ഇടാൻ പോകുന്നു. ഓക്കെ, രണ്ടുപേരും സെലക്ട് ചെയ്ത് വെച്ചേക്കാണ് സ്റ്റാർ ഒക്കെ. ഇപ്പൊ നമുക്ക് ഇനി ബാക്കി ഇടുമ്പോ കാണാം അല്ലേ. ഓക്കെ, സ്റ്റാർ തൂക്കിക്കൊണ്ടിരിക്കണ്ട. എന്തായി, സെറ്റായ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റാർ തൂക്കിയേക്കുന്ന. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. ഇനി ഇത് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് റെഡി ആവുള്ളൂ. ബാക്കി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണേ നിച്ചു? എന്റെ ദൈവമേ, നമ്മള് ക്രിസ്മസ് വീട്ടിലുണ്ടാക്കാൻ പോണേണ്. അപ്പൊ അതായത് നമ്മളിത് ഇവിടെ മറ്റേ ട്രീ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് കേട്ടോ. ട്രീ, പുൽക്കൂട് അല്ലേ നിച്ചു? ഡെക്കേഴ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെച്ചൊക്കെ ഉള്ളൂ. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യണം. ഓരോന്നായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവര്. ആദ്യം നമ്മള് ഇപ്പോ ഈ ബാക്കി ക്രിസ്മസ് ട്രീയുടെ സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മേടിക്കണം. ആ ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ലല്ലോ കണ്ണെങ്ങും. ഹോൾഡർ കണ്ണ, ഇങ്ങനെയുണ്ട് കഷ്ടപ്പാട്. നിസ്സാരം. ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോ കത്തിയാ മതി. വീടിന്റെ എന്തുവാടാ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന? ഒന്നായിട്ടില്ല കേട്ടോ. ഊരിട്ടണി അത് കൊടുക്ക. ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചാ കളിക്കണത്. ഒരാളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, മറ്റേ ആളിവിടെ വീഡിയോ എടുത്ത് എൻജോയ് ചെയ്യുന്നു. എടുത്ത് തലമ്പായിപ്പോ. ഓ, എൻ്റെ കയ്യിൽ ബൾബൊക്കെ തന്നേക്കാണ്ടോ. ഒരാളോട് ബൾബ് ഇട്ടോണ്ടിരിക്കും. ബാക്കി ഡെക്കറേറ്റ് ചെയ്യാന്ന്. ഇത്രയും നേരത്തെ കഷ്ടപ്പാടിന്റെ ഫലം റെഡി ആയിട്ടുണ്ട് കേട്ടാ. അതാണ് ഡ്രസ്സ്. അയ്യോ, അങ്ങനെ അറിയരുത്. ഇങ്ങോട്ട് പുൽക്കൂട് എല്ലാം റെഡിമെയ്ഡാണ്. പുല്ല് വരെ റെഡിമെയ്ഡാണ്. അതാണ് നമ്മുടെ ഈ ആൾക്കാരൊക്കെ, ഉണ്ണീശു, മാലാക, മറ്റുള്ള എല്ലാ ആൾക്കാരും. ആടിനെയാണ് ഓർത്തത്. ബാക്കി ഡെക്കറേഷൻ ഒക്കെ റെഡി ആണെങ്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്യാതെ ഉണ്ണിമൂള കഴിച്ചു തുടങ്ങിയല്ലോ. രണ്ടെണ്ണം ഇതൊക്കെ ട്രീ ആക്കി. നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ആയിട്ടാ. അവൻ എന്തൊക്കെയാ പറയണ്ടെന്ന് ഓർമ്മയില്ല.
താഴെ തുടങ്ങി ശരി. ആ അതാ നക്ഷത്രം പിടിപ്പിക്കാനായിരിക്കും ചിലപ്പോ. പൊക്കിക്കോ. അങ്ങനെ ഉണ്ണിമോൾ ട്രീ ഫിക്സ് ചെയ്യാൻ ഇതെടുത്ത് വെക്കാം. പുല്ലി തന്നെ വയ്ക്കേ. അയ്യോ കയ്യിന്ന് പോയി. ലൈറ്റ് തന്നെയാണ്. എന്നാ പുൽക്കൂട് സെറ്റ് ചെയ്യണല്ലോ എന്നാ. ഇത്രയും ലൈറ്റൊക്കെ ഉള്ള പുൽക്കൂടാണ് കേട്ടോ റെഡിമെയ്ഡ് ആയിട്ട്. ഉണ്ണി ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓ ഉണ്ണി ഇത്ര കിട്ടല്ലേ. നിച്ചു നിച്ചു കൊളത്ത് എടുക്കട്ടെ. സാന്റാക്ലോസിന് എല്ലാം നിച്ചുടനുണ്ട് ഇതിനാ. ആ അതാണ് കണ്ട അവസാന നിമിഷം നിച്ചു അതൊക്കെ ആയിട്ട് വന്നു. നമ്മുടെ സംഭവങ്ങളൊക്കെ ഏകദേശം കഴിയാറായല്ലേ കാരണം. ഇപ്പം നമ്മുടെ ട്രീ ഒക്കെ നമ്മളിങ്ങനെ കുറച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കൂട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആൾക്കാരെയൊക്കെ വെക്കണം അല്ലേ. ബാക്കിയൊക്കെ ഏകദേശം നിമ്മോളൊക്കെ അത് ഇങ്ങനെ കാത്തിരിക്കണം. അകത്ത് വെക്കണ്ട ഉണ്ണി, അതൊക്കെ പുറത്ത് വെക്കും. ആടുകളൊക്കെ പുറത്താണ്. ആകപ്പാടെ ഉണ്ണിയേശുവിൻ്റെ പിതാവും മാതാവും ഉണ്ണിയേശു മാത്രമേ അകത്തിരിക്കുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ പുറത്തുനിന്ന് കാണട്ടെ. ഭയങ്കര റിസ്ക് പിടിച്ച വീടാണ്. അത് ഫുള്ള് സെറ്റ് ചെയ്തൊരു സാധനം വരുന്നേ. സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണീശോനെ മാത്രം വെച്ചിട്ടില്ല. നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാലും ഉണ്ണീശോനെ നമ്മൾ ഡിസംബർ 25 രാത്രിയല്ലേ വെക്കാം. 24 രാത്രി. 24 രാത്രി അത് തന്നെ. 25 ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി 12 മണിക്കാണ് നമ്മൾ വെക്കുക. അപ്പോൾ നമുക്കിത് ബാക്കിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം സെറ്റ്. എന്നാ
പണി കഴിഞ്ഞപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഇതെന്താ മെയിൻ പണിക്കാരനാണ് ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കലും സഹായിച്ചിട്ടെ, കുറച്ചൊക്കെ സഹായിച്ച്. ബാക്കി മെയിൻ താരം ഇതായിരുന്നു. ഇലക്ട്രിക്കൽ വർക്ക്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോയിക്കോട്ടെ. അയ്യേ അതല്ല, പക്ഷെ സത്യം പറഞ്ഞാലില്ലേ ഒരു നക്ഷത്രം ഇടാൻ, ബൾബ് ഇടാൻ മാത്രം അതെനിക്കറിയാം. ബാക്കി ഒരു നക്ഷത്രം ഇടാനൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഒരു വയറ് വലിക്കാനൊക്കെ ചെയ്യണം. പെൺകുട്ടികളുണ്ടാവട്ടെ, ഞാൻ അവരെ കുറ്റമല്ല കുറച്ച് പറഞ്ഞതൊന്നുമല്ല, എന്നാലും എനിക്കറിയില്ല. നമ്മൾ സ്വന്തം കാര്യം പറഞ്ഞാൽ മതിയല്ല. ബാക്കി ഇതൊക്കെ പേടിയുമാണ്. നല്ല ഷോക്ക് അടിക്കുമോ എന്തെങ്കിലും. നിങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവ് ചിന്തകളാണ് എന്താണെന്നറിയാൻ പാടില്ല. പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, പക്ഷെ നെഗറ്റീവേ വരുള്ളൂ. ഇപ്പം എന്തായാലും സംഭവമൊക്കെ സക്സസ് ആയി. അപ്പം നമുക്ക് വീഡിയോ തീർക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ കഴിയാം കേട്ടോ. ബൈ ബൈ.